ഹായ് ഹലോ വെൽക്കം ബാക്ക്. ഇന്ന് വളരെ ഈസി അതുപോലെ തന്നെ നല്ല ഹെൽത്തിയുമായിട്ടുള്ള നല്ലൊരു പാസ്റ്റിൻ്റെ റെസിപ്പി നോക്കാം. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുന്ന ടൈമിൽ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കരുത്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ഈ ഒരു പായസം ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഞാനിവിടെ നുറുക്ക് ഗോതമ്പാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ഇതിപ്പോൾ ഒരു ഗ്ലാസ് ഉണ്ടാവും, അതുപോലെ തന്നെ ഒരു ഗ്ലാസ്സിൽ ചെറുപയർ പരിപ്പ് കേട്ടോ. അപ്പോൾ നമ്മൾ സാധാരണ കറിയൊക്കെ വെക്കുന്ന ഒരു ചെറുപയർ പരിപ്പുണ്ടല്ലോ, അതാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് രണ്ടും ഞാൻ ഒരു ഗ്ലാസ് അളവിലാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു മണിക്കൂറൊക്കെ വേണമെന്നുണ്ടെങ്കിൽ സോക്ക് ചെയ്ത് വെക്കട്ടോ. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് വെന്ത് കിട്ടും. ഞാനിവിടെ സോക്ക് ചെയ്ത് വെച്ചിട്ടൊന്നുമില്ല, ഇതുപോലെ ഇങ്ങനെ തന്നെ വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ ഇത് നല്ലതുപോലെ കഴുകി ക്ലീനാക്കി എടുത്തിട്ട് നമുക്ക് കുക്കറിലൊന്ന് നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കണം കേട്ടോ. കുറച്ചധികം തന്നെ വെള്ളം വെച്ച് വേവിച്ചെടുക്കണം. വേണമെന്നുണ്ടെങ്കിൽ ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്തിട്ട് വേവിച്ചെടുത്താലും മതി. ഈ ഒരു സമയത്ത് ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ടുള്ള തേങ്ങാക്കൊത്ത് ഇതുപോലെ ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഈ ഒരു തേങ്ങാക്കൊത്ത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നെയ്യിലോ അല്ലാന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണയിലോ ഒന്ന് വറുത്തെടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇതാ ഈ ഒരു ഗോതമ്പ് നുറുക്കും അതുപോലെ തന്നെ ചെറുപയറൊക്കെ നല്ലതുപോലെ കുക്കറിൽ തന്നെ വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നല്ലോണം വെന്തുടഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ നല്ലോണം വേവിക്കാനായിട്ട് നോക്കട്ടെ, എങ്കിൽ മാത്രം നമുക്കൊരു പായസം കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് കിട്ടുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ കടിക്കുമ്പോൾ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. ഇനിയിപ്പോൾ ഇതിലേക്ക് ഇതാ മധുരത്തിനായിട്ട് ചേർക്കാനായിട്ട് പോകുന്നത് ശർക്കരയാണ് കേട്ടോ. ശർക്കര പാനിയാണ്. അപ്പോൾ ഞാനിവിടെ 4 കട്ട ഇതുപോലെ ഒന്ന് നല്ലതുപോലെ മെൽറ്റാക്കി എടുത്തിട്ടുണ്ട്. ഒരുപാട് വെള്ളമൊഴിച്ച് മെൽറ്റാക്കി എടുക്കരുത്, കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് മെൽറ്റാക്കി എടുക്കുക. ഇതിപ്പോൾ അരിച്ച് വെച്ചതാണ് ഞാനിട്ട് ഈ ഒരു ശർക്കര പാനി. അപ്പോൾ നല്ലോണം അരിച്ചിട്ട് വേണം ഇതിലേക്ക് ഒഴിച്ചെടുക്കാനായിട്ട്, അതിലെ കച്ചറകളൊക്കെ ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ട്. ഇനിയിപ്പോൾ ഒരു ശർക്കര പാനിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നല്ലതുപോലെ ഇതൊന്ന് മിക്സാക്കി എടുക്കാം. ഈ ഒരു സമയം വേണമെന്നുണ്ടെങ്കിൽ ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ ഒരു നുറുക്ക് ഗോതമ്പ് അതുപോലെ തന്നെ പയറൊക്കെ വേവിച്ച ഒരു ടൈമിൽ ഒരു നുള്ളു ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് വേവിച്ചെടുത്താലും മതിയാകും. ഇനി ഇതാ ഇതിലേക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതാ നമ്മൾ നേരത്തെ കട്ട് ചെയ്തെടുത്ത ആ ഒരു തേങ്ങാക്കൊത്തും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തേങ്ങാക്കൊത്ത് നല്ലോണം വറുത്തിട്ട് നെയ്യിലോ അല്ലാന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണയിലൊക്കെ ഒന്ന് വറുത്ത് ഇട്ടെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നുകൂടി ടേസ്റ്റ് കൂടും കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു സമയത്താണ് ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നമുക്കൊരു മധുരമൊക്കെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കട്ടെ. ഒരുപാടൊന്നും വേണ്ട, ഒരു നുള്ളു ഉപ്പ് മാത്രമായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ എല്ലാം കൂടി ഇതാ നല്ലതുപോലെ ഒന്ന് ഞാൻ മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ ഇതിലേക്ക് ഞാൻ തേങ്ങാപ്പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ആദ്യം 2 കപ്പ് തേങ്ങാപ്പാലാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ തേങ്ങാപ്പാൽ എടുക്കുമ്പോൾ നല്ലോണം കട്ടിയുള്ള തേങ്ങാപ്പാലിനെ എടുക്കാനായിട്ട് നോക്കട്ടെ. അപ്പോൾ ഒരു തേങ്ങാപ്പാൽ എടുക്കാനായിട്ട് തേങ്ങ നമ്മൾ മിക്സിയിൽ അരക്കുമ്പോൾ അതിൽ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലിനെ കിട്ടും കേട്ടോ. അപ്പോൾ അതുപോലെ ചെയ്ത് നോക്കുക. അപ്പോൾ ഞാനിവിടെ 2 കപ്പ് തേങ്ങാപ്പാലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ആദ്യം ഞാൻ ഇതിലേക്ക് 1 കപ്പ് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സാക്കി എടുക്കുക കേട്ടോ. എന്നിട്ട് വീണ്ടും രണ്ടാമത്തെ കപ്പും കൂടി തേങ്ങാപ്പാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഇതാ രണ്ടാമത്തെ കപ്പ് തേങ്ങാപ്പാലും ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരു തേങ്ങാപ്പാലും കൂടി ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് ഒന്നുകൂടി ഒന്ന് മിക്സാക്കി എടുക്കാം. അപ്പോൾ അത് ഒന്നുകൂടി ഒന്ന് ലൂസായി വന്നിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് നല്ലോണം കുറുക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ തേങ്ങാപ്പാലിൻ്റെ അളവൊന്ന് കുറച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോൾ അതാ ഇതുപോലെ ഞാൻ ലൂസിലാണ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സാക്കി എടുക്കാം. ഇത് തേങ്ങാപ്പാൽ ഒഴിച്ചതിന് ശേഷം നല്ലതുപോലെ തിളപ്പിച്ചെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ജസ്റ്റ് ഒന്ന് ചൂടായി വന്നാൽ മാത്രം മതിയാകും. അപ്പോൾ ചൂടായി വന്നാൽ നമുക്കിതിൻ്റെ തീയൊന്ന് ഓഫ് ചെയ്യാം. അപ്പോൾ ദാ നമ്മുടെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല തിക്കോട് കൂടി തന്നെ കിട്ടിയിട്ടുണ്ട്. നമ്മൾ എത്ര വെള്ളം ഒഴിച്ചാലും അല്ലാന്നുണ്ടെങ്കിൽ തേങ്ങാപ്പാൽ ഒഴിച്ചാലും ഇത് ഇരിക്കും തോറും ഒന്ന് കുറുകി വരും കേട്ടോ. അപ്പോൾ അതിനനുസരിച്ച് ഇതിലേക്ക് ചുടുവെള്ളം ഒഴിച്ചു കൊടുത്താൽ മതിയിട്ട്. നല്ലോണം കുറുകി വരികയാണെന്നുണ്ടെങ്കിൽ കുറച്ച് ചുടുവെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ലൂസാക്കി എടുത്താൽ മതിയാകും. ഇനിയിപ്പോൾ ഞാനൊരു സെർവിങ് ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പായസമാണ്, എല്ലാവർക്കും ഇഷ്ടമാവും കേട്ടോ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് ഒരു സ്പൂൺ നെയ്യൊക്കെ ഒഴിച്ചു കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ നെയ്യിൻ്റെ ഫ്ലേവറൊക്കെ ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ ഒരു സ്പൂണിലധികം നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സാക്കി എടുക്കുക കേട്ടോ. അപ്പോൾ നെയ്യും കൂടി ഉണ്ടാകുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ചിലർക്ക് നെയ്യിൻ്റെ ഫ്ലേവറൊന്നും ഇഷ്ടാവില്ല. അപ്പോൾ ഇഷ്ടമുള്ളവർക്ക് വേണമെന്നുണ്ടെങ്കിൽ നെയ്യും കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ അത് മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമാവുന്ന നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു പായസത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ.
അപ്പോൾ എൻ്റെ ഇന്നത്തെ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് പുതിയൊരു വീഡിയോയിൽ കാണാം. താങ്ക്